ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു J&J കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓണം റിലേറ്റഡ് ആയിട്ട് സ്റ്റോൺ ലേസ് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഹെയർ ബോ ഉണ്ടാക്കി നോക്കാം. അതിന് ഞാൻ ആദ്യം തന്നെ മെറ്റലിൻ്റെ ഹെയർ ബോയ് ആണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് സ്റ്റോൺ ലേസ് ഇതേപോലെ രണ്ട് ലൈനാണ് വരുന്നത്. ഒരു ഹെയർ ബോയ്ക്ക് കറക്റ്റായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചെറിയ ഫ്ലവേഴ്സാണ് എടുത്തിരിക്കുന്നത്, റെഡ് കളറ്. അപ്പം നിങ്ങൾക്ക് ഡ്രസ്സിനനുസരിച്ച് പല സാധനങ്ങൾ, ഇപ്പോൾ 6mm ബീഡ്സ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ 3mm ബീഡ്സ് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുമേ. അപ്പോൾ ഫിഷിംഗ് വെയർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. തീരെ നൈസാണ്. നമ്മൾ മാലയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഫിഷിംഗ് ത്രെഡാണ്. ഇത് വെച്ച് ഓരോ ലൈന് കഴിയുമ്പോഴും ചുറ്റി കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പൂ വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഒരു കെട്ടിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഫ്ലവർ ഇറക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം നിങ്ങൾക്ക് സ്റ്റോൺ ലേസ് മാത്രം മതിയെങ്കിൽ ഇതേപോലെ കംപ്ലീറ്റ്ലി ചുറ്റിപ്പോവാം. നല്ല ഭംഗിയായിട്ട് സൈഡിലെ നമ്മുടെ ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ് ഒന്നും കാണത്തില്ല. സ്റ്റോൺ ലേസ് ഫുള്ളി നല്ല വൃത്തിക്കായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതേപോലെ ഫ്ലവർ വെക്കുകയാണെങ്കിൽ ഇതേപോലെ കയറ്റിയിട്ട് ഒന്ന് ഇറക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ലീഫിൻ്റെ പെറ്റലയിൽ കുടിക്കിയാൽ മതി നമ്മുടെ നൂല്. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് റോസിൻ്റെ ഈ എതളെ കൂടെ ഇങ്ങനെ എതളിൻ്റെ പുറത്തുകൂടിയാണ് എടുക്കുന്നത്. അപ്പം താഴേക്ക് പോകുമ്പോഴാണെങ്കിലും ചുറ്റി ഇരുന്നോളും, പോരത്തില്ല, ഫ്ലവർ ഇളകി പോവുമൊന്നുമില്ല. ഇതേപോലെ നമുക്ക് ഈ ഹെയർ ബോയിൽ എല്ലാത്തിനും അതേപോലെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഗ്യാപ്പ് വിടുന്നത് ഇതേപോലെ ഒരു 5 ആണ്. 5 സ്റ്റോൺ ലേസ് വിട്ടിട്ട് ബാക്കിയിൽ പിന്നെയും ചെയ്യും, അങ്ങനെ. അപ്പോൾ ഈ സ്റ്റോൺ ലേസ് ഞാൻ ചെവിയുടെ മുകളിലേക്കുള്ള അളവിലാണ് മെഷർമെൻറ്റ് എടുത്തിട്ട് ഫ്ലവർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ കുറച്ച് ഗ്യാപ്പ് വിടുന്നുണ്ട്. കാരണം നമുക്ക് ചെവിയുടെ അവിടെയൊക്കെ വരുമ്പോൾ മുടി കുടുങ്ങിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതേപോലെ ബാക്കി നമുക്ക് സ്റ്റോൺ ലേസ് ചുറ്റിയും കൊടുക്കണം. ഒരെണ്ണം പോലും ഗ്യാപ്പ് വിട്ട് പോവണ്ട. കാരണം നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ആ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയാണ് ഓരോന്നിൻ്റെയും അപ്പുറത്തൂടെ നമ്മൾ ചുറ്റി എടുക്കുന്നത്. പിന്നെ ഈ ഫ്ലവർ വന്നിട്ട് നമ്മുടെ കയ്യിൽ റെഡ്, നല്ല കളർഫുള്ളി റെഡാണ് വരുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ. ഇതിൻ്റെ തന്നെ നമുക്ക് 6mm വെച്ച് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ കൂടെ ബട്ടർഫ്ലൈസോ പൂവ് അങ്ങനെയൊക്കെ ചെയ്യാം, പല ഐഡിയയിൽ. അപ്പോൾ നമ്മളുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെയർ ബോയിൽ. ബാക്കി ഫുള്ള് ഞാൻ ഇതേപോലെ ചുറ്റി കൊടുത്തിട്ട് കെട്ടിടുകയാണ് ചെയ്യുന്നത്, വള്ളി ഫിഷിംഗ് വെയർ. അത് കഴിഞ്ഞ് നമുക്ക് ഉരുക്കി കൊടുക്കുന്ന എല്ലാവരും പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഉരുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ട് ഉരുക്കിയിട്ട് അവിടെ എത്തുമ്പോഴേക്കും തൊട്ട് കൊടുക്കുക. നനഞ്ഞ കയ്യോ അല്ലേ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൈ പൊള്ളത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ടിയാരൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു.